ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിപ്പം ഒരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പം സാറ്റർഡേ ആണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സന്ധ്യാസമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ പെട്ടെന്ന് പറഞ്ഞതാണ് റെഡി ആയിക്കോ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോവാം. പിന്നെ ഇന്നിപ്പം സാറ്റർഡേ ആയതുകൊണ്ട് അമ്മേൻ്റെ അടുത്ത് അച്ഛനും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടി പിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മൾ നേരെ മടപ്പള്ളിയുടെ നമ്മുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയും അച്ഛനും ഹെസക്കുട്ടിയും ഉണ്ട് വീട്ടിൽ. അപ്പോൾ അമ്പാടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എഴുന്നേറ്റ് ഉടൻ തന്നെയാണ് പെട്ടെന്ന് തീരുമാനിച്ചതാണ് പുറത്തേക്ക് പോകാമെന്നുള്ളത്. അമ്പാടി ഇതാ ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിയതാണ്. ഇപ്പോഴാണ് കുറച്ച് മുമ്പ് എഴുന്നേറ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നാദാപുരമുള്ള പാർക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ വീക്കെൻഡിലൊക്കെ വരുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം തിരക്ക് കാണാറുണ്ട് കേട്ടോ. ഇപ്പോൾ പാരൻസും കുട്ടികളൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഊഞ്ഞാൽ പോലെ ഇങ്ങനെയൊക്കെ ആടുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് അവിടെ നിന്ന് ഷട്ടിൽ കളിക്കുന്നുണ്ട്. നമ്മൾ മുൻപും ഈ ഒരു പാർക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ തരത്തിൽ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഡേ ടൈമിൽ വരുന്ന സമയത്ത് ഒരു കാര്യമായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും ഇന്നും നൈറ്റാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഹെസ ബേബി അവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. ഊഞ്ഞാലല്ല, അതെന്താ പേര് എനിക്കറിയില്ല കേട്ടോ, ഒരു ഊഞ്ഞാൽ പോലത്തെ. അപ്പോൾ അമ്പാടിയാണെങ്കിൽ കാര്യമായിട്ട് അങ്ങനെ കയറുന്നൊന്നുമില്ല. അമ്പാടി നമ്മുടെ അംഗനവാടിയിൽ കുറേ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് കളിക്കുന്ന കാരണമെന്ന് അറിയില്ല, കുറച്ച് സമയം അവിടെ നോക്കി വെക്കുകയൊക്കെ ചെയ്തു. പിന്നെ രണ്ടാളും അവിടെ നിന്ന് കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അമ്പാടിക്ക് അംഗനവാടി പോകുന്നതുകൊണ്ട് അവിടുന്ന് കളിയും കാര്യങ്ങളും ആയതുകൊണ്ട് വലിയ ടെൻഷനില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ പാർക്കിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ, ഇതേപോലെ കളിക്കാനൊക്കെ. ഇപ്പോൾ രണ്ടുപേരും അവിടുന്ന് കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. വണ്ടി ചേരണം. നമ്മുടെ ഓപ്പൺ ജിമ്മും കാര്യങ്ങളും ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് മോർണിംഗ് വാക്കിനൊക്കെ പറ്റി അടിപൊളിയായിട്ടുള്ളൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ്. കുട്ടികൾക്കും ഒക്കെ എൻജോയ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാളും കുറച്ച് കളിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം നമ്മൾ നേരെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്ത് പോയിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാന്നുള്ള രീതിയിലായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് പുറത്തൊക്കെ പോയി പാർക്കിലൊക്കെ പോയി കുറച്ച് നേരം കുട്ടികളൊക്കെ ഒന്ന് കളിപ്പിച്ച് നമ്മൾ പുറത്തൊക്കെ പോയി ചെറിയ തരത്തിൽ ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ നമ്മളിതാ കൈനാട്ടിലെ രമ്യ ഹോട്ടലിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മുകളിൽ പോവാം കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ചിക്കൻ പൊരിച്ചതും അതുപോലെ ചിക്കൻ ചുക്കയാണ്, പിന്നെ എന്താ നെയ്പ്പത്തിലും അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, പറമ്പത്തെ വീട്ടിൽ കേട്ടോ. കാരണം അവിടെ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പേഷ്യൻറ്റിനെ നോക്കി നമ്മൾ നേരെ ഇനി അച്ഛനെയും അമ്മേനെയൊക്കെ കൊണ്ടുവിടാൻ പോവാണ്. അപ്പോൾ നൈറ്റ് ആയത് കാരണം ഇരുട്ടത്തായിരുന്നു കുറേ സമയം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.